ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ ലാഗ് ഫിക്സിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. 1GB 2GB റാം കളിക്കുന്നത് മീൻസ് നമ്മൾ ലോ എൻ്റെ ഡിവൈസ് മൊബൈൽ കളിക്കുന്ന പ്ലേയേഴ്സിന് വേണ്ടി നമ്മൾ ലാഗ് ഫിക്സ് ആക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ മുന്നേയായിട്ട് HD ഗ്രാഫിക്സ് കാര്യങ്ങൾ കൂട്ടുന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുള്ളൊരു കാര്യം, ബ്രോ ലാഗ് എങ്ങനെ ഫിക്സ് ആക്കുക ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളൊരു പാർട്ട് 2 വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡൗട്ട് കാര്യങ്ങളൊക്കെ മീൻസ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഫ്രീ ഫയറിനെ പറ്റിയിട്ട് അതൊന്നും നിങ്ങൾ അപ്പോൾ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് അതിനെപ്പറ്റിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരാണ് ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ചാനൽ സബ് അടിക്കാത്തവരാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ കൂടെ സബ് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങൾ നേരെ നിങ്ങളുടെ ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ കളക്ഷൻസ് മീൻസ് നമ്മൾ കോസ്റ്റ്യൂം പാക്ക് കാര്യങ്ങൾ നമ്മൾ പാക്ക് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ കുറേ വേണ്ടാത്ത കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ന്യൂ ആയിട്ടുള്ള മാപ്പ് ആയാലും നമ്മുടെ ലോൺ ഓഫിൻ്റെ മാപ്പ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ലാൻഡ്, അങ്ങനെ ഒരുപാട് മാപ്സ് ഉണ്ടാകും. പുതിയ ഇവൻറ്റ് പഴയ ഇവൻ്റ് ആയാലും കുറേ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ കളിക്കാത്ത കുറേ മാപ്പ് കാര്യങ്ങളൊക്കെ ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ വന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. മീൻസ് കോസ്റ്റ്യൂം ബാഗ് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ റിമൂവ് ചെയ്ത് മുന്നത്തെ ഒരു വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ റിമൂവ് ചെയ്ത് കളയുക. എന്നാൽ നിങ്ങൾക്ക് ഏകദേശം ലാഗ് കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്കും പോകുന്നതിന് മുന്നിട്ട് നിങ്ങൾ പിന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നിങ്ങൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ നമ്മൾ ഡിസ്പ്ലേയിൽ ഒരുപാട് പേര് ഇപ്പോൾ ഒരു 1GB 2GB റാം കളിക്കുന്നവരാണെങ്കിൽ സ്റ്റാൻഡേർഡിൽ ഇട്ടാൽ മതി. നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡിൽ ഇട്ടാൽ മതി നോർമലായിട്ടുള്ള. അതുപോലെ തന്നെ ഒരു 4GB മീൻസ് നമ്മുടെ 6GB 4GB റാം കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു സ്മൂത്തിലൊക്കെ ഇട്ടോ. പിന്നെ അതിൽ കൂടുതൽ റാം കളിക്കുന്നവരൊക്കെ അൾട്രാ മാക്സ് കാര്യങ്ങൾ ഇടുന്നതായിട്ട് പ്രശ്നമൊന്നുമില്ല. അതുപോലെ നമ്മൾ അതിൽ കാണുന്ന തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഗ്രാഫിക്സ് ഹൈ എന്നുള്ളത്. അത് ഹൈ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഹൈ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഹൈ ക്ലിക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ അതിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്മൂത്ത് ഉണ്ടാവത്തുള്ളൂ. അത് നമ്മൾ ഓട്ടോ സ്കില്ല് കാര്യങ്ങളൊക്കെ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുക. അത് ഓഫ് ചെയ്യുന്നതാണ് ബെറ്റർ. അതുകൂടെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ നമ്മുടെ താഴെ കാണുന്ന രണ്ടും നിങ്ങൾ ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. വേറെ ഇതുമല്ല ഗൈസ്, നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ രണ്ടും പാടെ ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡിലൊക്കെ ഇടുക. മാക്സിമം ഒരു 2GB റാം ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്മൂത്തിലിടുന്നത് കൊണ്ട് സ്മൂത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ കളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതായിരിക്കും. പിന്നെ ഹൈലിടാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2-4 കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ ശ്രമിക്കുക. മീൻസ് അതുപോലത്തെ ആ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലാഗ് കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ സെൻസിറ്റിവിറ്റി ആണ്. മീൻസ് നമ്മൾ 2x 4x എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ജനറലി, അങ്ങനെ കുറേ ഉണ്ടല്ലോ ഗൈസ്. അത് നമ്മളെല്ലാം 100-ലാക്കാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ കൂടുതലാക്കിയിട്ടാൽ കുഴപ്പമില്ല എന്നല്ല, കൂടുതലാക്കിയിട്ട് ചിലപ്പോൾ ലാഗ് വരെ ഇപ്പോൾ ചാൻസിൻ്റെ പുതിയ അപ്ഡേറ്റ് കാരണം അങ്ങനെയൊക്കെ ചിലവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കും കുറച്ച് ലാഗ് അടിക്കുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഫുള്ള് 100-ലിടാൻ ശ്രമിക്കുക. ഗരീന കാര്യങ്ങളൊക്കെ മീൻസ് 2x 4x കാര്യങ്ങളൊക്കെ എല്ലാതും 100-ൽ തന്നെ ഇടുക. അതൊരു ബെറ്റർ ആയിട്ടുള്ള ചോയ്സാണ്. അത് ഇടുന്നതാണ് ബെറ്റർ. എന്നാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് മൂവ്മെൻറ്റ് സ്പീഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ അടുത്തേക്ക് ശ്രദ്ധിക്കേണ്ട വേറെ എന്തെങ്കിലും നമ്മുടെ കൺട്രോൾസ് ആണ്. കൺട്രോൾസിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, അതിൽ വലിയ പ്രത്യേകിച്ചൊന്നും ഇല്ല. കൺട്രോൾസ് നിങ്ങളൊന്നും ചെയ്യേണ്ട. കൺട്രോൾസും നമ്മുടെ ലാഗും തമ്മിൽ ഒരു ബന്ധമില്ല. നമ്മുടേതായിട്ടുള്ള സെറ്റിങ്സ് കാര്യങ്ങൾ നമ്മളെ കൺട്രോൾസിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല. നിങ്ങൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഓട്ടോ പാക്ക് കാര്യങ്ങളൊക്കെയാണ്. അതിൽ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ഡിഫോൾട്ടിൽ തന്നെ കിടക്കുക. ഡിഫോൾട്ടിൽ കിടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഡിഫോൾട്ടിൽ ഇതേപോലെ ഇടേണ്ട എല്ലാതും നിങ്ങൾ ഓഫ് ചെയ്തിടുക. അതാണ് ഏറ്റവും വലിയ ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങളത് ഇതേപോലെ ഓട്ടോമാറ്റിക് ആയിട്ടെല്ലാം ഓഫ് ചെയ്തിടുക. ലാസ്റ്റ് കാണുന്ന രണ്ടാണ് ഇവൻസും അതുപോലത്തെ ഇവൻസും നമ്മളെ ഓട്ടോ സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ ജസ്റ്റ് നിങ്ങൾ സാധാരണ പോലെ മീൻസ് ഒരു ഇവൻസും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ സ്പീഡ് കാര്യങ്ങളൊക്കെ നോർമലായിട്ട് കിടക്കും. മീൻസ് ഓണായി കിടക്കുക നല്ലൊരു ബെനിഫിറ്റാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇവൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഏകദേശം ലാഗ് കാര്യങ്ങളും സെറ്റ് ആയിട്ടില്ലെങ്കിൽ മീൻസ് ലാഗ് ഫിക്സ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ടൊരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോ നമ്മൾ ഇതിൽ പെടുത്താത്ത കാര്യങ്ങൾ, ഇതിൽ പറയാത്ത കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഏകദേശം ലാഗ് കാര്യങ്ങൾ ഫുള്ളായിട്ടും സെറ്റ് ആവും. മീൻസ് ലാഗൊക്കെ നിങ്ങൾക്ക് റിമൂവ് ആയി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടേക്കുക. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മൊത്തത്തിൽ ഉപകാരപ്പെടത്തുള്ളൂ. അപ്പോൾ ഞാൻ കൺട്രോൾസിലുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 വീഡിയോയും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ലാഗ് ഇതുവരെയായിട്ട് നിങ്ങൾ ഫിക്സ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലാഗ് കാര്യങ്ങളൊക്കെ റിമൂവ് ആയി പോകുന്നതായിരിക്കും. ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. മാക്സിമം 500 ലൈക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ വരുന്നവരായിട്ട് നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് അടിച്ചേക്കുക. കൂടാതെ ചാനൽ സബ് അടിക്കാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലോട് സബ് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാം ഗൈസ്.